വിദ്യാർത്ഥികളിൽ വർഗീയ വിഷം കുത്തിവെക്കുന്ന MSFനെ തുറന്നുകാട്ടുമെന്ന് SFI സംസ്ഥാന സെക്രട്ടറി PS സഞ്ജീവ്. MSF സംസ്ഥാന പ്രസിഡന്റ് PK നവാസ് ജമാഅത്തെ ഇസ്ലാമിയുടെയും ക്യാമ്പസ് ഫ്രണ്ടിന്റെയും നാവായി മാറിയെന്നും സഞ്ജീവ് പറഞ്ഞു. സംഘിച്ചാപ്പയടിച്ച് SFIയെ വിമർശനത്തിൽ നിന്ന് പിന്നോട്ടടിക്കാൻ നോക്കേണ്ടെന്നും SFI സംസ്ഥാന സെക്രട്ടറി പറഞ്ഞു. ക്യാമ്പസുകളിൽ MSF വിദ്യാർത്ഥികളെ വർഗീയമായി വിഭജിക്കുകയാണെന്ന് PS സഞ്ജീവ് പറഞ്ഞു. ഇത് SFI തുറന്നുകാട്ടുമ്പോൾ രാഷ്ട്രീയമായി മറുപടി പറയാതെ ദുർബലവാദങ്ങളും വ്യക്തി അധിക്ഷേപവുമായാണ് MSF നേരിടുന്നത്. MSF സംസ്ഥാന പ്രസിഡന്റ് PK നവാസ് വർഗീയവാദിയായി മാറി. ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയുടെയും ക്യാമ്പസ് ഫ്രണ്ടിന്റെയും നാവാണ് PK നവാസ് എന്നും PS സഞ്ജീവ് പറഞ്ഞു. MSF സംസ്ഥാന കമ്മിറ്റി ആവട്ടെ, MSF ആവട്ടെ, ഇന്നത്തെ അതിന്റെ പ്രസിഡന്റ് ആവട്ടെ, അവർ വർഗീയവാദ നിലപാട് ഉയർത്തുന്നു, വർഗീയവാദികളായിരിക്കുന്നു. അതിനുള്ള കാരണം അവർ ജമാഅത്ത് ഇസ്ലാമിക്കും നിരോധിക്കപ്പെട്ട ക്യാമ്പസ് ഫ്രണ്ടിനും അവരുടെ സംഘടനയിൽ എല്ലാവിധ ഇടപെടലുകൾക്കുമുള്ള സ്ഥാനം കൊടുക്കുന്നു. അതിന്റെ നാക്കായി MSFന്റെ സംസ്ഥാന പ്രസിഡന്റ് മാറുന്നു. സംഘപരിവാറുമായി SFI നേർക്കുനേർ പോരാടുമ്പോൾ സംഘപരിവാർ വിരുദ്ധ സമരങ്ങളിൽ MSFനെ കാണാനില്ല. MSF പ്രതിരോധത്തിലായപ്പോൾ രാജവെമ്പാലയേക്കാൾ വിഷം ചൊരിയുന്ന ശശികല രംഗത്തെത്തി. MSFനെതിരായ SFI വിമർശനത്തെ മതവിമർശനമായി ചിത്രീകരിക്കാനാണ് PK നവാസ് ശ്രമിക്കുന്നത്. മുസ്ലിം സമുദായത്തിൽപ്പെട്ട വിദ്യാർത്ഥികളുടെ അട്ടിപ്പേറവകാശം MSFനല്ലെന്നും SFI സംസ്ഥാന സെക്രട്ടറി പറഞ്ഞു. സംഘിച്ചാപ്പയടിച്ചും വ്യക്തിപരമായി അധിക്ഷേപിച്ചും വിമർശനം ഉയർത്തുന്നതിൽ നിന്നും SFIയെ പിന്തിരിപ്പിക്കാൻ നോക്കണ്ട. MSFന്റെ വർഗീയത തുടർന്നും തുറന്നുകാട്ടുമെന്നും PS സഞ്ജീവ് കണ്ണൂരിൽ നടത്തിയ വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി. കൈരളി ന്യൂസ്, കണ്ണൂർ.